എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗപ്രദമാകുക. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. ഇത് ഗ്രാമർ വിഭാഗത്തിൽ പെടുന്നതാണ്. അവ്യയങ്ങൾ. പ്രധാനമായി അവ്യയങ്ങൾ 3 വിധത്തിലാണ് ഉള്ളത്: ത്വാന്തം, ലബന്ധം, തുമൂനന്തം. അപ്പം ത്വാന്തം അവ്യയമാണെങ്കിൽ ഒരു വാക്കെടുത്താൽ അത് അവസാനിക്കുന്നത് ത്വായിലായിരിക്കും. ചിത്വ അത് ത്വായിലാണ് അവസാനിക്കുക. ശ്രുത്വ അത് ത്വായിലാണ് അവസാനിക്കുക. അങ്ങനെ നമുക്ക് ത്വാന്ത അവ്യയം മനസ്സിലാക്കാം. ലബന്ധ അവ്യയങ്ങളാണെങ്കിൽ യ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് അവസാനിക്കുക. സമീക്ഷ യായിലാണ് അത് അവസാനിച്ചിരിക്കുന്നത്. ആഗത്യ യായിലാണ് അത് അവസാനിച്ചിരിക്കുന്നത്. നിശമ്യ അത് യായിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഉപഗമ്യ അതും യായിലാണ് അവസാനിച്ചിരിക്കുന്നത്. അധികൃത്യ യ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് അത് അവസാനിച്ചിരിക്കുന്നത്. വിജ്ഞായ അതും യായിലാണ് അവസാനിച്ചിരിക്കുന്നത്. തുമുനന്ത അവ്യയമാണെങ്കിൽ തുമ്മിലാണ് അവസാനിക്കുക. ഭജയിതും തുമ്മിലാണ് അവസാനിക്കുക. അനുഭോക്തും അതും തുമ്മിലാണ് അവസാനിക്കുക. ഇനി മറ്റ് ചില അവ്യയങ്ങളുണ്ട്. അഭി, മാ, ഇവ, അധഹ, ച, ചേത്, യത്ര, ഏവം. ഇത് മറ്റ് ചില അവ്യയങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം. ത്വാന്ത അവ്യയത്തിൽ ഒരു വാക്കെടുക്കുകയാണെങ്കിൽ അത് ത്വായിലാണ് അവസാനിക്കുക. ലബന്ധ അവ്യയമാണെങ്കിൽ യ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് അവസാനിക്കുക. തുമൂനന്ത അവ്യയമാണെങ്കിൽ തുമ്മിലാണ് അത് അവസാനിക്കുക. പിന്നെ മറ്റു ചിലവയാണ് അഭി, മാ, ഇവ, അധഹ, ച, ചേത്, യത്ര, ഏവം തുടങ്ങിയവ. അപ്പം ജനുവരി 2 സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഓൺലൈൻ ട്യൂഷൻ ഉപയോഗപ്രദമാവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ലൈവ് ക്ലാസ് ഉണ്ടാവും. റെക്കോർഡ് ക്ലാസ് അയച്ചു നൽകുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.